ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് അദ്ദേഹം യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി ചുമതലയേൽക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. ലെബനനിലെ ബെയ്റൂത്തിൽ അച്ചാനെ സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലാണ് ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഈ അച്ചാന എന്ന സ്ഥലം. അവിടെയാണ് സെന്റ് മേരീസ് പാത്രിയർക്ക കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം, ഈ രണ്ട് സംഘങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. യാക്കോബായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനകരമായ സന്തോഷകരമായ നിമിഷമാണ്. കേരളത്തിലും പള്ളികളിൽ ഇപ്പോൾ പ്രത്യേക ചടങ്ങുകൾ, പ്രാർത്ഥനകൾ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. വാഴിക്കൽ ചടങ്ങുകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുന്നു. ബെയ്റൂത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള അച്ചാനയിലെ കത്തീഡ്രലിലാണ് ഇപ്പോൾ ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. To care for the needs of the faithful and to focus on spreading the sublime message of the gospel in the society, deeply rooted in the heritage of the Syriac forefathers, while keeping pace with the challenges of modern time. On this blessed occasion, with brotherly love, we tender some recommendations to our brother, the new Meforiano, Mor Baselios Joseph. We call upon him to set an example in humility, love, and service, acting in the spirit of the Good Shepherd who devotes himself to his flock. We expect him to remain tightly united with the patriarchal throne of Antioch, upholding the spirit of communion and obedience which he pledged on the day of his election to this service, and will reaffirm that pledge today before all of us. ഇപ്പോൾ ഗീസ് പീറ്റർ ചേരുന്നുണ്ട് ഈ കത്തീഡ്രലിൽ നിന്നും തത്സമയം. ഗീസ്, ഈ പ്രധാന ചടങ്ങുകൾ അതാണോ ഇപ്പോൾ നടക്കുന്നത്? അതെപ്പോഴാണ്? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ ഗീസ്? ഉന്മേഷ്, പ്രധാന ചടങ്ങിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പത്രിയർക്കീസ് ബാവ ഇപ്പോൾ പൊതുജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ്. അത് പൂർത്തിയായിട്ടില്ല. അഭിസംബോധനയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിയുക്ത കാതോലിക്കയായ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നുണ്ട്. കാരണം സഭാ തർക്കങ്ങളുടെ കാലത്ത് സഭയിൽ മലങ്കരയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ വിശ്വാസികൾ ബാവയെ അനുമോദിക്കുകയെന്ന ഒരു ഘട്ടമാണ് കാണുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ബാവയുടെ ഈ പത്രിയർക്കീസ് ബാവയുടെ ഇത് കഴിഞ്ഞതിന് ശേഷം, അതായത് അഭിസംബോധന ചെയ്തതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ശുശ്രൂഷകൾക്ക് തുടക്കമാവുക. എന്തായാലും ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത ഈ സഭയുടെ അധ്യക്ഷനായി എത്തുന്നതിൽ തനിക്ക് ആത്മീയ സന്തോഷമുണ്ട് എന്ന് പത്രിയർക്കീസ് ബാവ ഇന്നും ഈ അഭിസംബോധന പ്രസംഗത്തിൽ ആവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ മലങ്കരയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും വലിയ വിശ്വാസി സമൂഹം കരഘോഷങ്ങളോടെ പാത്രിയർക്കീസ് ബാവയുടെ ആഹ്വാനത്തെയും ആശംസകളെയും ഏറ്റുവാങ്ങുന്നു, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്നു എന്നതാണ് അല്പസമയം മുമ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന ഒരു മുദ്രാവാക്യവും വിളികളും പള്ളിക്കകത്ത് നിന്ന് കേൾക്കുവാനായിട്ട് സാധിച്ചു. എന്തു തന്നെയായാലും അച്ചാനയിലെ ഈ മലനിരകൾ അത് പ്രാർത്ഥനാ മുഖരിതമായി കഴിഞ്ഞു. ഇനി അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് നിമിഷങ്ങൾക്കകം തന്നെ ഈ ശുശ്രൂഷകളിലേക്ക് കടക്കും. 2 ഘട്ട ശുശ്രൂഷയാണ് ഉള്ളത്. പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നിയുക്ത കാതോലിക്ക ബാവയായ ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ തലയിൽ തുണി മൂടിക്കൊണ്ട്, ശശപ്പ എന്നാണ് ആ തുണിക്ക് സഭയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ തുണി മൂടിക്കൊണ്ടാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് മെത്രാപ്പൊലീത്തമാർ, വാഴിക്കപ്പെട്ടതിന് ശേഷം മറ്റ് മെത്രാപ്പൊലീത്തമാർ ഇവിടെ കസേരയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതിനുശേഷം, അതായത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അത്തരത്തിലാണ്. ആ ചടങ്ങുകളിലൂടെയാണ് ജനങ്ങളെ നിയുക്ത ബാവയായി അല്ലെങ്കിൽ വാഴിക്കപ്പെടുന്ന ബാവ ബസേലിയോസ് ജോസഫ് ബാവ, കാതോലിക്ക ബാവ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക. എന്തായാലും നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു വിശ്വാസ സമൂഹം ഇങ്ങോട്ട് ഓടി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാരുടെ സംഘവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംഘവും എത്തിക്കഴിഞ്ഞു. മന്ത്രി പി രാജീവ് നേതൃത്വം നൽകുന്ന 7 അംഗ സംഘമാണ് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയതെങ്കിൽ, കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. അതിൽ ബെന്നി ബെഹനാൻ എം പിയും അൽഫോൺസ് കണ്ണന്താനവും ഷോൺ ജോർജും അടക്കമുള്ളവർ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്.
ശ്രദ്ധേയമാണ്. അതായത് രാഷ്ട്രീയമില്ല ഇതിൽ. മന്ത്രി നേരത്തെ നമ്മളോട് പറഞ്ഞത് അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ വിവാദങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ വിവാദങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇപ്പോൾ പ്രസക്തി ഈ നടക്കുന്ന ചടങ്ങിനാണ്. മന്ത്രിയും ആ ഒരു ആശംസ അറിയിച്ചപ്പോൾ ഈ സമാധാനത്തിനും നാടിന്റെ ഐക്യത്തിനും വേണ്ടി പലപ്പോഴും ശ്രദ്ധേയമായിട്ടുള്ള നിലപാടുകളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് എന്നും അദ്ദേഹം ആശംസിച്ചിരുന്നു. അത് തുടർന്ന് പുതിയ ചുമതലയിലേക്ക് കടക്കുമ്പോൾ അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കാൻ സാധിക്കട്ടെ എന്നും മന്ത്രി പി രാജീവ് ആശംസ നേർന്നിട്ടുണ്ട്. എന്തു തന്നെയായാലും അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ചടങ്ങിന്റെ ഭാഗമാകുവാൻ വേണ്ടി. അതിൽ എടുത്തു പറയേണ്ടത് കേരളത്തിൽ നിന്നും മലങ്കര കത്തോലിക്കയുടെ തലവനായ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഒപ്പം തന്നെ സിറിയൻ കത്തോലിക്ക സഭയുടെ പാത്രിയർക്കീസും ഈ ചടങ്ങിൽ മുഖ്യ കാർമ്മികനായി തന്നെ വിശിഷ്ട അതിഥിയെ എത്തുന്നു. ഒപ്പം ഇബ്രാഹിം ഖാലിദ് ഇവിടുത്തെ ലബനൻ പാർലമെന്റ് അംഗമാണ്. ഒപ്പം തന്നെ അദ്ദേഹം മന്ത്രിസഭാ അംഗം കൂടിയാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അദ്ദേഹമാണ് ലബനീസ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ശുശ്രൂഷകൾക്ക് തുടക്കമാകും. 2 ഘട്ട ശുശ്രൂഷകൾ ഏകദേശം 2 മണിക്കൂർ ദൈർഘ്യമുള്ളതാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോ പുതിയ ഭാവിയായി വാഴിക്കപ്പെടുന്ന പുതിയ കാതോലിക്കയായി വാഴിക്കപ്പെടുന്ന ജോസഫ് ബസേലിയോസ് പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യും. സ്വാഭാവികമായിട്ടും ആ അഭിസംബോധന പ്രസംഗത്തിൽ എന്തൊക്കെയാണ് ഉയർന്നു വരിക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം സഭാ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ശ്രദ്ധേയമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച നേതൃത്വങ്ങൾക്കിടയിലെ ഒരു വ്യക്തിത്വമാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ്.